നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സേന ഏതെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാനാവും കേരളത്തിൻ്റെ പോലീസ് സേനയാണെന്ന്. നിരവധി ഉദാഹരണങ്ങളും മികവാർന്ന പ്രകടനവും കൊണ്ട് പലതവണ അവർ ഇത് തെളിയിച്ചിട്ടുള്ളതാണ്. ഏതാനും വർഷങ്ങൾക്ക് മുന്നേ നടന്ന അഞ്ചൽ സ്വദേശി ഉത്രയുടെ മരണം പാമ്പുകടി ഏൽപ്പിച്ചുള്ള കൊലപാതകമാണെന്ന് തെളിഞ്ഞതോടുകൂടി കേരള പോലീസിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു കേസായി അത് മാറി. പ്രതിയുടെ കുറ്റസമ്മതമുണ്ടെങ്കിലും കേസ് കോടതിയിൽ തെളിയിക്കുവാൻ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും ഏറെ നിർണായകമാണ്. വരുന്ന ഒരു ചെറിയ പിഴവ് പോലും കേസ് ദുർബലപ്പെടുത്തുമെന്നുള്ളതിനാൽ എല്ലാ വഴികളിലൂടെയുമുള്ള തെളിവ് ശേഖരണം അന്വേഷണ സംഘം നടത്തി. ഇതിന്റെ ഭാഗമായിരുന്നു ഉത്രയെ കടിച്ച പാമ്പിന്റെ പോസ്റ്റ്മോർട്ടം നടത്തുവാനുള്ള തീരുമാനം. യുവതിയുടെ മരണത്തിന് പിന്നിലെ പാമ്പിനെ കണ്ടെത്തി തല്ലിക്കൊന്ന് കുഴിച്ചിട്ടിരുന്നു. എന്നാൽ ഈ പാമ്പ് കേസിൽ പ്രധാനപ്പെട്ടൊരു കണ്ണിയാണെന്നുള്ള തിരിച്ചറിവോടുകൂടിയാണ് പാമ്പിന്റെ ജഡം പുറത്തെടുത്തത്. കേരള പോലീസ് പാമ്പിന്റെ ജഡം പോസ്റ്റ്മോർട്ടം ചെയ്തു. കേരള പോലീസിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരു പാമ്പിനെ പോസ്റ്റ്മോർട്ടം നടത്തിയത്. ചില നിർണായക വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നും അന്വേഷണ സംഘം അറിയിച്ചിരുന്നു. അപ്പോഴും ചില കോണിൽ നിന്ന് വരുന്ന സംശയങ്ങളും പരിഹാസങ്ങളും കുഴിയിൽ കിടന്ന് ചത്തുപോയ പാമ്പിനെ തോണ്ടി പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ട് എന്തു ഗുണം എന്ന കളിയാക്കലുകളും എല്ലാം കേരള പോലീസ് നന്നായി അനുഭവിച്ചു. സമാനമായ രീതിയിൽ കേരള പോലീസ് ഇതിനു മുമ്പും പരിഹസിക്കപ്പെട്ടിരുന്നു. ഇന്നത് പാമ്പായിരുന്നെങ്കിൽ അന്നതൊരു ചത്ത പൂച്ചയുടെ പേരിലായിരുന്നു. പരിഹാസങ്ങളൊന്നും വകവയ്ക്കാതെ ചത്ത പൂച്ചയുമായി മുന്നോട്ട് പോയ അന്വേഷണ സംഘം തെളിയിച്ചത് ഒരു സ്ത്രീയുടെ ക്രൂരമായ കൊലപാതകമായിരുന്നു. ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന് കരുതിയ പ്രതിയെ പിടികൂടിയത് ഒരു പൂച്ചയുടെ ജഡമായിരുന്നു. മുൻ DGP ശ്രീ ജേക്കബ് പുന്നൂസ് ആ കൊലപാതക കേസിനെ വിശേഷിപ്പിച്ചത് ചത്ത പൂച്ച തെളിയിച്ച കേസ് എന്നാണ്. 2008 നടന്ന പൂച്ച നിർണായക കഥാപാത്രമായി മാറിയ ആ കൊലപാതക കേസിന്റെ കഥ തുടങ്ങുന്നത് ആലപ്പുഴ ജില്ലയിലെ കരിയിലക്കുളങ്ങരയിലെ പത്തിയൂർ പാടത്തെ ഒരു കുളത്തിൽ യുവതിയുടെ മൃതദേഹം പൊങ്ങുന്നതിൽ നിന്നാണ്. കുളത്തിൽ കെട്ടിത്താഴ്ത്തിയ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം അഴുകിപ്പോയിരുന്നു. 2 പാദങ്ങൾ കുളത്തിനു മുകളിൽ പൊങ്ങി നിൽക്കുന്നതായാണ് നാട്ടുകാർ കണ്ടത്. പ്രദേശവാസികൾക്ക് തീർത്തും അപരിചിതയായ ഒരു സ്ത്രീയായിരുന്നു അത്. മൃതദേഹത്തിന്റെ വയറ് കുത്തിക്കീറി കുടൽമാലയെല്ലാം പുറത്തു ചാടിയ അവസ്ഥയിലായിരുന്നു. മൃതദേഹം കുളത്തിൽ താഴ്ന്നു പോകുന്നതിനായി ഒരു വേലിക്കല്ല് ശരീരത്തിൽ ചേർത്ത് വെച്ച് കെട്ടിയിരുന്നു. സ്ത്രീ ഉടുത്തിരുന്ന സാരി കൊണ്ട് തന്നെ 2 പാദങ്ങളും കെട്ടിയ നിലയിലായിരുന്നു. ഈ പാദങ്ങളാണ് കുളത്തിന് മുകളിലേക്ക് പൊങ്ങി വന്നത്. പ്രഥമദൃഷ്ട്യാ കൊലപാതകമെന്ന് തെളിഞ്ഞെങ്കിലും ഇവർ നാട്ടുകാർക്കെല്ലാം അപരിചിതയാണെന്നതും സമീപ പ്രദേശങ്ങളിലൊന്നും ഈ പ്രായത്തിലുള്ള സ്ത്രീയെ കാണാതെ പോയതായി പരാതി ലഭിച്ചിട്ടില്ല എന്നുള്ളതും പോലീസിന്റെ അന്വേഷണത്തിന് തുടക്കം തന്നെ തടസ്സമായി. മൃതദേഹം കിടന്ന കുളത്തിനു ചുറ്റും നിരവധി വീടുകളും എപ്പോഴും ആൾപെരുമാറ്റമുള്ള പ്രദേശവുമായിരുന്നു. ആരാണ് മരിച്ചതെന്ന് പോലും വ്യക്തതയില്ലാത്ത കേസ്. അന്ന് കായംകുളം സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന ഹരികൃഷ്ണന് ആയിരുന്നു അന്വേഷണത്തിന്റെ ചുമതല. മൃതദേഹ പരിശോധനയിൽ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം മറയ്ക്കുവാൻ ശ്രമിച്ചതാണെന്ന് വ്യക്തമായി. കുളത്തിന് സമീപത്ത് സംശയകരമായ രീതിയിൽ യാതൊന്നും കണ്ടെത്തുവാൻ പോലീസിന് സാധിച്ചില്ല. കുളത്തിനടുത്തേക്ക് വരുന്ന സ്ഥലത്ത് ഒരു സർപ്പക്കാവുണ്ട്. കാവിന് സമീപത്ത് എന്തോ ചത്തുചീഞ്ഞ മണം അനുഭവപ്പെടുന്നതിനാൽ പോലീസ് അവിടെയും പരിശോധിച്ചു. ഒരു പൂച്ച ചത്തു കിടക്കുന്നതായിരുന്നു അത്. പ്രാഥമികമായി സ്ത്രീയുടെ മരണവുമായി ബന്ധിപ്പിക്കേണ്ട യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല ഈ സംഭവത്തിന്. എന്നാൽ സ്ത്രീയുടെ മൃതദേഹത്തിന്റെ അതേ പഴക്കം തന്നെ പൂച്ചയുടെ മൃതദേഹത്തിന് ഉണ്ടായിരുന്നു എന്നത് സർക്കിൾ ഇൻസ്പെക്ടർ ഹരികൃഷ്ണനിൽ ചില സംശയങ്ങൾ ഉണർത്തി. സ്ത്രീയുടെയും പൂച്ചയുടെയും പോസ്റ്റ്മോർട്ടം നടത്തുവാനായിരുന്നു ഹരികൃഷ്ണന്റെ തീരുമാനം. ഇത് ആളുകളിൽ ഒരു കൗതുകമുണ്ടാക്കുകയും ചെയ്തു. ഒരു ചത്ത പൂച്ചയ്ക്ക് കേരള പോലീസ് ആദ്യമായിരിക്കും മഹസർ എഴുതിയത് തന്നെ. പൂച്ചയുടെ പോസ്റ്റ്മോർട്ടം നടത്തുവാൻ ഫോറൻസിക് സർജൻ വിസമ്മതിച്ചു. തുടർന്ന് ഒരു വെറ്റിനറി സർജനായിരുന്നു ഈ പോസ്റ്റ്മോർട്ടം നടത്തിയത്. പൂച്ചയുടെയും സ്ത്രീയുടെയും ആമാശയത്തിൽ ഫിയോഡാൻ എന്ന വിഷം കലർന്ന ഭക്ഷണമായിരുന്നു ഉണ്ടായിരുന്നത്. ഇരു മരണങ്ങളുടെയും ഏകദേശ സമയവും ഒന്നു തന്നെയായിരുന്നു. അതോടുകൂടി വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ ശേഷം സ്ത്രീയെ കുളത്തിൽ കെട്ടിത്താഴ്ത്തിയതാണെന്ന് വ്യക്തമായി. സ്ത്രീ ആരാണെന്നും ആരാണ് അവരെ കൊലപ്പെടുത്തിയതെന്നും അവർ കഴിച്ച അതേ ഭക്ഷണം പൂച്ചയുടെ വയറ്റിലും എങ്ങനെ എത്തി എന്നതും സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ് പിന്നീട് പോലീസിന് മുമ്പിൽ ഉയർന്നത്. സ്ത്രീ ആരാണെന്ന് അന്വേഷണ ഫലം കാണാതായതോടുകൂടി അന്വേഷണ സംഘം പൂച്ചയുടെ പിന്നാലെ പോകുവാൻ തീരുമാനിച്ചു. പരിചയമുള്ള ആളുകൾക്കൊപ്പം മാത്രമേ പൂച്ച സഞ്ചരിക്കുകയുള്ളൂ എന്ന് കുട്ടിക്കാലത്ത് മനസ്സിലാക്കിയ തിയറിയാണ് ഹരികൃഷ്ണൻ ഉപയോഗിച്ചത്. പൂച്ചയുടെ ഉടമയാകും കൊലപാതകി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിഗമനം. ചത്ത പൂച്ചയുടെ ചിത്രങ്ങൾ എടുത്തിരുന്നു. ചത്ത പൂച്ചയുടെ ഫോട്ടോയും കൊണ്ട് നടക്കലായി പിന്നീട് പോലീസുകാരുടെ ജോലി. ഇതും നാട്ടുകാരിൽ ചിരിയുണർത്തി. ചത്തു ചീഞ്ഞ പൂച്ചയുടെ ഫോട്ടോ നോക്കിയാൽ എല്ലാം ഏതാണ്ട് ഒരുപോലെ ഇരിക്കുമല്ലോ. ജീവനുള്ള പൂച്ചകളെ പോലും പരസ്പരം തിരിച്ചറിയാനാവുന്നില്ല. അപ്പോഴാണ് ചത്ത പൂച്ചയെ വെറുതെയല്ല ഇവന്മാരെ കിറുക്കന്മാരെന്ന് വിളിക്കുന്നത് എന്ന് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള കളിയാക്കലുകൾ പോലീസ് കേട്ടു. പക്ഷേ കാര്യമാക്കിയില്ല. ആ പരിഹാസങ്ങളെല്ലാം പെട്ടെന്ന് തന്നെയാണ് അവസാനിച്ചത്.
ഒരു വീട്ടിൽ ചെന്നപ്പോൾ തങ്ങളുടെ വീട്ടിലെ പൂച്ചയെ കാണാനില്ലെന്നും നിറവും പാടും എല്ലാം ഇതുപോലെ ഇരിക്കുമെന്നുമുള്ള ഉത്തരം അവർക്ക് ലഭിച്ചു. പൂച്ച ചത്തുപോയ കാര്യമൊന്നും വീട്ടുകാർ അറിഞ്ഞിട്ടില്ല. എന്നാൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണം നടന്നുവെന്ന് സംശയിക്കുന്നതിൻ്റെ ഏതാണ്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെയാണ് പൂച്ചയെ കാണാതായതെന്ന് വീട്ടുകാർ മൊഴി നൽകി. അതോടുകൂടി പൂച്ച ഈ വീട്ടിലേത് തന്നെയാണ് എന്ന് പോലീസിന് ഉറപ്പായി. പൂച്ച താമസിച്ചിരുന്ന വീടിന് പരിസരങ്ങളിലെല്ലാം പോലീസ് പ്രത്യേക നിരീക്ഷണം നടത്തിയെങ്കിലും സംശയിക്കേണ്ടതായി യാതൊന്നും അവർക്ക് കണ്ടെത്താനായില്ല. വീട്ടുകാർക്കും ഈ കൊലപാതകവുമായി ബന്ധമില്ലെന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ പോലീസിന് വ്യക്തമായി. അതോടെ ചുറ്റിലുമുള്ള എല്ലാ വീടുകളിലേക്കും പോലീസിന്റെ നിരീക്ഷണം നീണ്ടു. ആ വീടുകളിലെയെല്ലാം അംഗങ്ങളുടെ പെരുമാറ്റങ്ങളെല്ലാം തന്നെ സാധാരണമായിരുന്നു. തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ജലാലുദ്ദീൻ എന്നയാൾ പല നാടുകളിൽ സഞ്ചരിച്ച് പാത്രങ്ങൾ കച്ചവടം നടത്തുന്ന ആളായിരുന്നു. പോലീസിന് ഇയാളെ നേരിട്ട് കാണുവാൻ സാധിച്ചില്ല. കച്ചവടവുമായി ബന്ധപ്പെട്ട് അയാൾ യാത്രയിലായിരുന്നു. ഇയാളുടെ ഫോൺ നമ്പറിലേക്ക് ഹരികൃഷ്ണൻ ഓരോ തവണ വിളിക്കുമ്പോഴും ഓരോ സ്ഥലങ്ങളിൽ നിൽക്കുന്നുവെന്ന് പറഞ്ഞ് ഹാജരാകുവാൻ കൂട്ടാക്കാതെയിരുന്നു. അതോടുകൂടി ഹരികൃഷ്ണന് കൂടുതൽ സംശയങ്ങളുണ്ടായി. ജലാലുദ്ദീനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുവാൻ തീരുമാനിച്ചു. സൈബർ സെല്ലുമായി ബന്ധപ്പെട്ടപ്പോൾ താൻ നിൽക്കുന്ന യഥാർത്ഥ സ്ഥലം മാറ്റിയാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നതായി ഹരികൃഷ്ണന് മനസ്സിലായി. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുവാൻ തന്നെ പോലീസ് തീരുമാനിച്ചു. അപ്പോഴേക്കും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും സമ്മർദ്ദമുയർന്നു. കാരണം കൊല്ലപ്പെട്ടത് ആരാണെന്ന് പോലും പോലീസിന് അതുവരെയും കണ്ടെത്തുവാൻ സാധിച്ചിരുന്നില്ല. മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് തന്നെയുള്ള പരിശോധനയിൽ അയാൾ വീട്ടിലെത്തിയത് തിരിച്ചറിഞ്ഞ പോലീസ് അവിടെ നിന്ന് തന്നെ അയാളെ പിടികൂടി. വിശദമായ ചോദ്യം ചെയ്യലിൽ അയാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. പാത്രക്കച്ചവടത്തിനായി കരുവാറ്റ എന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് ഇയാൾ കൊല ചെയ്ത സ്ത്രീയെ പരിചയപ്പെട്ടത്. കരിയിലക്കുളങ്ങരയിൽ നിന്നും ഏതാണ്ട് 20 കിലോമീറ്റർ അകലെയാണ് കരുവാറ്റ. അവരുമായി ആദ്യം സൗഹൃദത്തിലും പിന്നീട് പ്രണയത്തിലുമായ ഇയാൾ അവരുടെ ആഭരണങ്ങളും മറ്റും വാങ്ങി പണയം വെക്കുകയും ആ പണം തന്റെ ദൂരത്തിന് ചെലവഴിക്കുകയും ചെയ്തിരുന്നു. കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ സ്ത്രീ ഈ ആഭരണങ്ങൾ തിരികെ ചോദിച്ചു. അതോടെ സ്ത്രീയെ കൊലപ്പെടുത്തുവാൻ തന്നെ ഇയാൾ തീരുമാനിച്ചു. ആഭരണങ്ങൾ നൽകാമെന്ന വാക്ക് ആവർത്തിച്ച് തിരുവനന്തപുരത്ത് കറങ്ങി നടന്ന ശേഷം രാത്രിയോടുകൂടി കായംകുളത്ത് വന്ന ഇവർ കൃത്യം നടന്ന പാടത്തെത്തി. ഭക്ഷണവും എടുത്തു കൊണ്ടുവരാമെന്ന് പറഞ്ഞ സ്ത്രീയെ അവിടെ ഇരുത്തിയ ശേഷം അയാൾ വീട്ടിൽ നിന്നും എടുത്തുകൊണ്ടുവന്ന ഭക്ഷണത്തിൽ ഫ്യൂരിഡാൻ എന്ന വിഷം കലർത്തുകയും ചെയ്തു. പാടത്തിരുന്ന് തന്നെ അത് കഴിച്ച സ്ത്രീ അത് തീരും മുമ്പ് തന്നെ ഛർദ്ദിച്ച് മരിച്ചു വീഴുകയും ചെയ്തു. തുടർന്ന് ഇവരുടെ മൃതദേഹത്തിന്റെ വയറ് ഒരു കത്തി ഉപയോഗിച്ച് കീറുകയും പാദങ്ങൾ കൂട്ടിക്കെട്ടുകയും ചെയ്ത ശേഷം ദേഹത്ത് വേലിക്കല്ല് കെട്ടി കുളത്തിൽ എറിയുകയായിരുന്നു. എന്നാൽ വീട്ടിൽ നിന്നും ഭക്ഷണപ്പൊതിയുമായി പോകുന്ന ജലാലുദ്ദീന് പിന്നാലെ പൂച്ചയും കൂടിയത് ഇയാൾ അറിഞ്ഞിരുന്നില്ല. സ്ത്രീ കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കിയും അവരുടെ ഛർദിലും കഴിച്ച പൂച്ചയുടെ ശരീരത്തിലും ഫ്യൂരിഡാൻ കലർന്നിരുന്നു. കുറ്റം പ്രതി സ്വയം ഏറ്റുപറഞ്ഞതോടുകൂടി അന്വേഷണ സംഘം പ്രതിയെ നിയമത്തിന് മുന്നിലെത്തിച്ചു. 4 വർഷം നീണ്ട വിചാരണയ്ക്കൊടുവിൽ അഡീഷണൽ സെഷൻസ് കോടതി പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. ജലാലുദ്ദീൻ ഇപ്പോഴും ജയിലിൽ കഴിയുകയാണ്. പൂച്ചയുടെ വഴിയിലൂടെ സഞ്ചരിച്ച് കേരള പോലീസ് തന്നിലേക്ക് എത്തുമെന്ന് താൻ ഒരിക്കലും കരുതിയില്ല എന്ന് ജലാലുദ്ദീൻ തന്നെ പോലീസിനോട് പറഞ്ഞു. മറ്റൊരു സ്റ്റോറിയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.